ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് കിടക്കാം. ഇന്നത്തെ ഫസ്റ്റ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് സെൻട്രൽ മാൻഡേറ്റ്സ് ലേബർ ഫോർ ഫോട്ടോ റിയലിസ്റ്റിക് AI കണ്ടന്റ്. അതായത് നമ്മളുടെ AI കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ IT അമെൻമെന്റ്സ് റൂൾസ് 2026 ചില ഭേദഗതികൾ ആര് വരുത്തിയിരിക്കുകയാണ്? സെൻട്രൽ ഗവൺമെന്റ് വരുത്തിയിരിക്കുകയാണ്. സോ നിങ്ങളൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിക്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇതിന്റെ സാധുത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റാറില്ല. അതാണ് ഡീപ് ഫേക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ദെൻ ഫോർജ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള പല പ്രോബ്ലങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ചിത്രം മേക്ക് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നുണ്ട്. സോ ഇതിനെ തടയിടുന്ന രീതിയിൽ എന്താണ് AI ആയിട്ടുള്ള ഫോട്ടോ റിയലിസ്റ്റിക് കണ്ടന്റുകൾക്ക് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ലേബലുകൾ കൊടുക്കണം എന്ന് സെന്റർ നിഷ്കർഷിച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ജെമിനിയിൽ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ താഴെ കാണും ഒരു സ്റ്റാർ പോലത്തെ ഒരു ചിഹ്നം നിങ്ങൾ അവിടെ കാണും. കാരണം എന്താണ്? ഇത് AI ജനറേറ്റഡ് ആയിട്ടുള്ള പിക്ചർ ആണ് എന്ന് ആര് സർട്ടിഫൈ ചെയ്തതാണ്? ജെമിനി ഇറ്റ് സെൽഫ് സർട്ടിഫൈ ചെയ്യുന്നതാണ് ആ ഒരു സ്റ്റാർ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഏതൊരു ഫോട്ടോ റിയലിസ്റ്റിക് AI കണ്ടന്റും ആര് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഏതൊരു സോഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവര് അതിന് ലേബൽ ചെയ്യണം എന്നാണ് ഈ അമെന്റ്മെന്റിലൂടെ അല്ലെങ്കിൽ ഈ റൂൾസ് ഭേദഗതി ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്ന പുതിയ തത്വം. സോ അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മളുടെ ഒരു AI റെഗുലേഷനുകളിൽ. ദെൻ നെക്സ്റ്റ് വീക്ക് AI സബ്മിറ്റ് നടക്കുകയാണ് നമ്മുടെ ന്യൂഡൽഹിയിൽ വെച്ചിട്ട്. ഒരു AI ലോ ക്രിയേറ്റ് ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത വീക്കുകളിലെ പത്രം നിറഞ്ഞിരിക്കാൻ പോകുന്നത് എന്താണ്? ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതിന്റെ റെഗുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ ഫെബ്രുവരിയിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ച, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു എന്ത് നമ്മളുടെ ഇന്റർനെറ്റ് സേഫ്റ്റി ഡേ ആയിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ആചരിച്ചു വരുന്നത്. സോ ആ ദിവസത്തിന്റെ പ്രാധാന്യത്തിലും എന്താണ് നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരുന്നു നമ്മളുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT എന്ത് ചെയ്തിരുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സേഫസ്റ്റ് യൂസ് ആയിരുന്നു നമ്മളുടെ MIT വിഭാഗം, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT വിഭാഗം എന്ത് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് അവരുടെ ഒരു തീമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതെല്ലാം കണക്കിലെടുത്ത് കഴിയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എന്താ നമുക്ക് വേണ്ടത്? സോ IT റൂൾസ് ആർ ദർ, IT ആക്ട്സ് ആർ ദർ. പക്ഷേ ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയമങ്ങൾ നമുക്കില്ല. സോ അത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മേഖലയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇനി സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളിൽ ഒന്ന്. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷൻ മനസ്സിലായല്ലോ. കമ്മിങ് ടു ദ നെക്സ്റ്റ് ഡിസ്കഷൻ. വാജിദ് അലി ഷാ വാസ് നോട്ട് എക്സൈൽഡ് ടു കൽക്കട്ട, സെയ്സ് ബുക്ക് ബൈ ഡിസെൻഡന്റ്. സോ ഹൂ ഈസ് വാജിദ് അലി ഷാ? മോഡേൺ ഇന്ത്യ പഠിക്കുന്നവരിൽ, ഏർലി മോഡേൺ ഇന്ത്യ പഠിക്കുന്നവരിൽ മറക്കാത്ത ഒരു പേരാണ് എന്ത്? ഈ വാജിദ് അലി ഷാ. ആരാണ് വാജിദ് അലി ഷാ? സോ വാജിദ് അലി ഷായുടെ ചരിത്രം പറയണമെങ്കിൽ നമ്മൾ എവിടെ നിന്ന് ചരിത്രം തുടങ്ങണം? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യ പിടിച്ചെടുക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയണം. സ്പെക്ട്രത്തില് പെർട്ടിക്കുലർലി എഴുതിയിട്ടുണ്ട് റൈസ് ഓഫ് റീജിയണൽ പവേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ആരുടെ പേര് കാണാം? വാജിദ് അലി ഷായുടെ പേര് ആ സമയത്ത് പെർട്ടിക്കുലർലി കാണില്ല എങ്കിലും നിങ്ങൾ എവിടെ കാണും? 1856 വാറിന്റെ ടൈമിൽ വാജിദ് അലി ഷായെ കാണും. സോ വാജിദ് അലി ഷായുടെ ചരിത്രം പറഞ്ഞു തുടങ്ങണമെങ്കിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? റൈസ് ഓഫ് ബ്രിട്ടീഷ് പവേഴ്സ്, റൈസ് ഓഫ് റീജിയണൽ പവേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. മൂന്ന് പ്രധാനപ്പെട്ട പവേഴ്സ് ആയിരുന്നു ബ്രിട്ടീഷുകാർ 1750 അല്ലെങ്കിൽ 1700 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത്. മൂന്ന് പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളായിരുന്നു ഇവിടെ പ്രൊമിനന്റ് ആയിട്ടുണ്ടായിരുന്നത്. മൂന്നല്ല, നമുക്ക് 5 എന്നൊക്കെ പറയാം. എങ്കിലും എന്താണ് നമ്മളുടെ ഈ മുഗൾ കാലഘട്ടത്തിലെ രാജ്യത്തെ ബൈഫോക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 3 രാജ്യങ്ങളാണ് കിട്ടുന്നത്. ഏറ്റവും മുകളിൽ ബംഗാളിൽ ഒരു രാജ്യം ഉണ്ടായിരുന്നു. ഓക്കെ, സോ ബംഗാൾ ആരുടെ പാട്ടായിരുന്നു? മുഗൾ ചക്രവർത്തിയുടെ പാർട്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ബംഗാൾ. സോ നമ്മളുടെ മുഗൾ രാജകുടുംബം ഡിക്ലൈൻ ചെയ്യുകയും അസ്ഥിരമാവുകയും ചെയ്തപ്പോൾ ബംഗാൾ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറി. അവിടെ
മുർഷിദ് കുലി ഖാൻ എന്ന് പറയുന്ന ഒരാൾ. ആരാണ്? മുർഷിദ് കുലി ഖാൻ എന്ന് പറയുന്ന ഒരാള് നവാബായിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഓക്കെ, സോ ബംഗാൾ പാർട്ടി ഈസ് ക്ലിയർ. ആരാണ്? മുർഷിദ് കുലി ഖാൻ, അലി വാർദി ഖാൻ, സിറാജ് ഉദ് ദവള, മിർ ജാഫർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഷാജാ ഉദ്ദീൻ എന്നൊക്കെ പറയുന്ന ഒരാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ അതിന്റെ തുടക്കം എവിടെ നിന്നാണ്? ഈ ബംഗാളിന്റെ ഒരു റീജിയണൽ പവർ ആയിട്ട് ബംഗാൾ ഉയർത്തെഴുന്നേൽക്കുന്നത് ആരുടെ പേരിലാണ്? മുർഷിദ് കുലി ഖാൻ എന്ന് പറയുന്ന ആളുടെ പേരിലാണ്. ഓക്കെ, മുർഷിദാബാദ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൽക്കട്ടയിലെ ഒരു സ്ഥലമാണ് മുർഷിദാബാദ്. സോ ഈ മുർഷിദ് കുലി ഖാന്റെ പേരിലാണ് ഈ മുർഷിദാബാദ് ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ കമ്മിങ് ടു ദ സെക്കൻഡ് സ്റ്റേറ്റ് ഈസ് അവധ്. എവിടെയാണ് അവധ്? എവിടെയാണ് അവധ്? അവധ് പെർട്ടിക്കുലർലി ലക്നൌവിലാണ്. ഓക്കെ, സോ ലക്നൗ ആസ്ഥാനമാക്കിയിരുന്ന പഴയ രാജവംശം അല്ലെങ്കിൽ രാജ്യത്തിന്റെ പേരായിരുന്നു അവധ്. അവധ് ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ് ഈ ലക്നൗ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അവധ് ആയിരുന്നു മറ്റൊരു കൺട്രി. ഓക്കെ, സോ ഈ അവധ് പർട്ടിക്കുലർലി ക്രിയേറ്റ് ചെയ്തത് ബുർഹാൻ ഉൽ മുൽക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? സാദത്ത് ഖാൻ. സോ വാട്ട് ഈസ് ദിസ് ബുർഹാൻ ഉൽ മുൽക്ക്? ബുർഹാൻ ഉൽ മുൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാനപ്പേര് പോലെ, അല്ലെങ്കിൽ അവരുടെ എന്താണ്, ഇപ്പൊ നമ്മൾ എന്താണ് നമ്മളുടെ കോഴിക്കോട് ആസ്ഥാനമാക്കിയിട്ട് ഭരിച്ചിരുന്ന രാജവംശത്തെ നമ്മൾ നെടിയിരിപ്പ് സ്വരൂപം എന്ന് വിളിക്കും, ഇല്ലേ? അതേപോലെ ഒരു സ്ഥാനപ്പേരായിരുന്നു ഈ ബുർഹാൻ ഉൽ മുൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബുർഹാൻ ഉൽ മുൽക്കിന്റെ നേതൃത്വത്തിൽ, ബുർഹാൻ ഉൽ മുൽക്കായിട്ടുള്ള സാദത്ത് ഖാന്റെ നേതൃത്വത്തിലാണ് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവധിനെ ആസ്ഥാനമാക്കിയിട്ട് ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ നവാബ് ഓഫ് അവധ് ഇസ് സാദത്ത് ഖാൻ, ഷാജാഉദ്ദീൻ. ദെൻ അതിന് താഴേക്ക് ഒരുപാട് മിനിസ്റ്റേഴ്സ് വന്നു. അവിടെയാണ് നമ്മൾ വാജിദ് അലി ഷായെയും കാണുന്നത്. ഓക്കെ, സോ വാജിദ് അലി ഷാ ഏത് പ്രദേശം ക്രിയേറ്റ് ചെയ്താണ്? ലക്നൗ പ്രദേശം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ലക്നൗ പ്രദേശത്തെ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഒരു നമ്മളുടെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് റവല്യൂഷന്റെ ടൈമിൽ ഉണ്ടായിരുന്ന ഒരാളാണ് വാജിദ് അലി ഷാ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ രാജ്യം ഏതായിരുന്നു? മൂന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് നമുക്ക് പെർട്ടിക്കുലർലി ഹൈദരാബാദിനെ പറയാം. മുഗൾ വംശത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഹൈദരാബാദ്. അവിടെ കിലിച്ച് ഖാൻ എന്ന് പറയുന്ന നിസാം ഉൽ മുൽക്ക് എന്ന് പറയുന്ന പേരിൽ അല്ലെങ്കിൽ സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന കിലിച്ച് ഖാൻ ആണ് അവിടെ റീജിയണൽ പവേഴ്സ്, മുഗൾ പവേഴ്സിന്റെ എൻഡില്, മുഗൾ പവേഴ്സിന്റെ ഡിസ്ട്രക്ഷന്റെ എൻഡില് പുതിയ ഒരു നവാബായിട്ട് ഉയർത്തെഴുന്നേറ്റത്. ആരാണ്? കിലിച്ച് ഖാൻ. സോ മുർഷിദാബാദിൽ അല്ലെങ്കിൽ ബംഗാളില് മുർഷിദ് കുലി ഖാൻ, താഴെ ആരാണ്? സാദത്ത് ഖാൻ, അവധ് ലക്നൌവില്. ദെൻ ഹൈദരാബാദ് റീജിയനിലേക്ക് വരുമ്പോൾ ആരാണ്? ഹൈദരാബാദ് റീജിയനിൽ നമ്മളുടെ കിലിച്ച് ഖാൻ എന്നറിയപ്പെടുന്ന നിസാം ഉൽ മുൽക്ക് ആണ്. ഓക്കെ, ദെൻ ഇത് കൂടാണ്ട് ഒരുപാട് കൺട്രീസ് ഉണ്ടായിരുന്നു. മറാത്ത എംപയർ ഉണ്ടായിരുന്നു, ഛത്രപതി ശിവജിയുടെ മറാത്ത എംപയർ. ദെൻ മൈസൂർ ഉണ്ടായിരുന്നു, വൊട്ടയാർ ഡൈനാസ്റ്റി. അങ്ങനെ ഡിഫറെന്റ് നാട്ടുരാജ്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ ഒരു പതനവും അതിന്റെ മേജർ എന്താണ് ബൈഫർക്കേഷനിൽ വന്ന റീജിയണൽ സ്റ്റേറ്റ്സുമാണ് ഒന്ന് ബംഗാൾ, ഒന്ന് അവധ്, ഒന്ന് ഹൈദരാബാദ്. ദെൻ തൊട്ടിപ്പുറത്ത് മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചുകൊണ്ട് ശിവജി ഉണ്ടായിരുന്നു. താഴെ മൈസൂർ കേന്ദ്രീകരിച്ച് ആരുണ്ടായിരുന്നു? വൊട്ടയാർ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇവിടെ 1856 കാലഘട്ടങ്ങളിൽ, 40 മുതൽ 56 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. എവിടെ? അവധ്, ലക്നൗ റീജിയനുകളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് വാജിദ് അലി ഷാ. സോ വാജിദ് അലി ഷായെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നതിന് മുൻപ് നിങ്ങൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് ലക്നൌവിനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ലക്നൌവിനെ നേതൃത്വത്തിൽ നയിച്ചിരുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ബീഗം ഹസ്രത് മഹൽ. സോ അവധ് കേന്ദ്രീകരിച്ചിട്ട്, ലക്നൗ കേന്ദ്രീകരിച്ചിട്ട് നമ്മളുടെ ഒന്നാം ലോക മഹായുദ്ധം അല്ല, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ ഒന്നാമത്തെ എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധം നടത്തിയത്. ഒന്നാം ലോക മഹായുദ്ധം അല്ല, പറഞ്ഞപ്പോ മാറിപ്പോയതാണ്. ഇന്ത്യക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ ആദ്യത്തെ യുദ്ധം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടത്തിയപ്പോൾ ആരായിരുന്നു ലക്നൗ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്ന വീരവനിത? ബീഗം ഹസ്രത് മഹൽ ആണ്. ഈ ബീഗം ഹസ്രത് മഹൽ വാജിദ് അലി ഷായുടെ ഭാര്യയാണ്. കണക്ഷൻ കിട്ടുന്നുണ്ടോ? സോ ഹൂ ഈസ് വാജിദ് അലി ഷാ? ബീഗം ഹസ്രത് മഹളിന്റെ ഭർത്താവാണ്. ദെൻ വൈ ദിസ് വുമൺ ബിക്കെയിം ദ പവർ ഇൻ ദ ലക്നൗ? എന്തുകൊണ്ടാണ് വുമൺ നേരിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും പടപൊരുതാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത്? വാജിദ് അലി ഷായെ നമ്മളുടെ അവധിന്റെ
സ്ഥാനപതിയിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് പുറത്താക്കി. എന്താണ്? മാൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മിസ് അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷൻ ശരിയായി നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാജിദ് അലി ഷായെ അവധിന്റെ സ്ഥാനാധിപതിയിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹം മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യപ്പെട്ടു എന്നുമാണ് പറയപ്പെടുന്നത്. അദ്ദേഹം കൽക്കട്ടയിലാണ് ജീവിച്ചിരുന്നത്, അദ്ദേഹത്തിന്റെ ശിഷ്ടകാലം കൽക്കട്ടയിലാണ് ജീവിച്ചിരുന്നതെന്നും അല്ല മറ്റു പല ദേശങ്ങളിൽ പോയി എന്നും പല കഥകളും ഉണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്. എന്ത്? ഈ വാജിദ് അലി ഷാ എന്ന് പറയുന്ന ആള് എവിടെയാണ്? കൽക്കട്ടയിൽ എക്സൈൽ ആയിട്ട് പോയതല്ല, അദ്ദേഹം ബ്രിട്ടീഷിലേക്ക് നമ്മളെ ബ്രിട്ടനിലേക്ക് പോകാനായിട്ടും രാജ്ഞിയെ കണ്ടിട്ട് തന്റെ പ്രശ്നം എന്താണ് ബോധിപ്പിക്കാനായിട്ടും ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അങ്ങനെയാണ് കൽക്കട്ടയിൽ എത്തിയത് എന്നാണ് പുതിയ ബുക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. സോ വാജിദ് അലി ഷാ അവധിന്റെ റീജിയനിൽ അല്ലെങ്കിൽ നമ്മളുടെ പ്രീ ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ട് ഉള്ള ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വാജിദ് അലി ഷായും മുർഷിദ് കുലി ഖാനും സാദത്ത് ഖാനും കിലിച്ച് ഖാനും എല്ലാം. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. എവിടെയാണ് അവധ് റീജിയൻ? ഈ അവധ് റീജിയൻ എങ്ങനെ ഫോം ചെയ്തു എന്നത് കൂടിയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മുഗൾ പീരീഡിന്റെ ഒരു ബൈഫൊക്കേഷൻ ആയിട്ട് വന്ന ഒരു നവാബ് സ്റ്റേറ്റ് ആണ് ഈ അവധ് അല്ലെങ്കിൽ ലക്നൗ എന്ന് പറയുന്നത്. അവിടെ സാദത്ത് ഖാന്റെ നേതൃത്വത്തിലാണ് ഒരു നവാബ്ഷിപ്പ് ഉയർത്തെഴുന്നേറ്റത്. ദെൻ 1840-50 പീരീഡുകളിലാണ് വാജിദ് അലി ഷാ അവിടെ പ്രൊമിനന്റ് ആകുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ബീഗം ഹസ്രത് മഹൽ എന്നോട് കൂടിയത് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇദ്ദേഹം ഒരു പോയറ്റ് ആയിരുന്നു, ഒരു റൈറ്റർ ആയിരുന്നു. ഇഷ്ക് നാമ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബുക്ക് ഈ വാജിദ് അലി ഷാ എഴുതിയിട്ടുണ്ട്. സോ വേണമെങ്കിൽ അതും ചിലപ്പോൾ ഒരു ചോദ്യമാകാം, ഇഷ്ക് നാമ റീസ് റിട്ടൺ ബൈ. സോ ഇഷ്ക് നാമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആരാണ്? അക്ബറിലേക്കോ അല്ലെങ്കിൽ എന്താണ് ഷാജഹാനിലേക്കോ അങ്ങനെയുള്ള ആളുകളിലേക്ക്, ചില മുഗൾ പീരീഡിലേക്കൊക്കെ വേണമെങ്കിൽ നമ്മളുടെ ചിന്ത പോകാം. അല്ല, വാജിദ് അലി ഷാ എന്ന് പറയുന്ന ലേറ്റർ പീരീഡിലുള്ള ആളാണ് ഇഷ്ക് നാമ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കൃതി എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. നെക്സ്റ്റ്, ദ ന്യൂ ബിഗിനിങ്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ സെഷനിലാണ് അടുത്തത് വന്നിരിക്കുന്നത്. ദ എൻഡ് ഓഫ് സ്റ്റാർട്ട് ഷുഡ് പ്രോംപ്റ്റ് ഡിസ്കഷൻ ഓൺ വൈഡർ ആൻഡ് ഈക്വൽ ടേംസ്. സോ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ട്രീറ്റി എന്താണ്? സ്റ്റാർട്ട് ട്രീറ്റി സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി, പേരിൽ തന്നെയുണ്ട്. സ്ട്രാറ്റജിക് ആയിട്ട് ആംസ് റിഡക്ഷൻ ചെയ്യണം. സോ നമ്മൾ ഈ സ്ട്രാറ്റജിക് ആം റിഡക്ഷൻ ട്രീറ്റിയെയും ന്യൂ സ്ട്രാറ്റജിക് ആം റിഡക്ഷൻ ട്രീറ്റിയെയും പലപ്പോഴും കേൾക്കുന്നത് ഓഗസ്റ്റ് 6-9 തീയതികളിലാണ്. നമ്മളുടെ ഓഗസ്റ്റ് 7-ലെയും ഓഗസ്റ്റ് 10-ലെയും കറണ്ട് അഫയേഴ്സിൽ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം ഹിരോഷിമ നാഗസാക്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും എഡിറ്റോറിയൽസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ള 2 ട്രീറ്റീസ് ആയിരുന്നു സ്റ്റാർട്ടർ ട്രീറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഈ സ്റ്റാർട്ടർ ട്രീറ്റീസ്? സ്റ്റാർട്ടർ ട്രീറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ വെപ്പൺസ് ആയിരുന്നു നമ്മളുടെ 20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുണ്ടായിരുന്ന വാർഫെയർ. ഓക്കെ, സോ ഈ ന്യൂക്ലിയർ ടെക്നോളജി അല്ലെങ്കിൽ ന്യൂക്ലിയർ വാർഫെയറിനെ റിഡക്ഷൻ ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് പ്രക്രിയയായിട്ട് 1980-ന് ശേഷം, പെർട്ടിക്കുലർലി പറഞ്ഞാൽ 1970-ന് ശേഷം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് മാറി. സോ ഈ അവസരത്തിൽ USA-യും USSR-ഉമായിരുന്നു, യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഇന്നത്തെ റഷ്യയുമായിരുന്നു അന്നത്തെ 2 പ്രൊമിനന്റ് പ്ലേയേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു കോൾഡ് വാർ നടക്കുകയായിരുന്നു, ഇതെല്ലാം നമുക്കറിയാം. സോ ഈ കോൾഡ് വാറിൽ ഇവരെന്ത് ചെയ്യും? ഇവർ മാക്സിമം ആംസ് ആൻഡ് അമ്യൂണിഷൻസ് കളക്ട് ചെയ്യും, ഉണ്ടാക്കും. എന്നിട്ട് ഇവരെന്ത് പറയും? ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വാർഫെയർ ഉള്ളത്, ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വാർഫെയർ ഉള്ളത്, ഞങ്ങൾക്ക് ഇന്ന ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, ഇത്ര ജനറേഷൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്നൊക്കെ ഇവരിങ്ങനെ വീമ്പ് പറയും. ഓക്കെ, സോ 1981-82 കാലഘട്ടമായപ്പോഴേക്കും ഇതിനെ ഒന്ന് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ട്രീറ്റി ആയിരുന്നു സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി. ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാർട്ട് ട്രീറ്റി. സോ എന്താണ്? 1980-81 കാലഘട്ടങ്ങളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ട്രീറ്റി ആയിരുന്നു സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി. എന്നാൽ ഈ ട്രീറ്റി ഒപ്പുവെക്കുന്നത് എന്നാണ്? ഈ ട്രീറ്റി ഒപ്പുവെക്കുന്നത് USSR-ന്റെ ഡിസിൻറ്റഗ്രേഷന് ശേഷമാണ്, വിച്ച് ഈസ് 1991-ലാണ് ഈ ട്രീറ്റി നിലവിൽ വരികയും ഇത് പ്രകാരം ആംസ് റിഡക്ഷൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. സോ ഏകദേശം 10,000 പേലോഡ്സിൽ നിന്നും 6,000 വാർഹെഡ്സിലേക്ക്, പേലോഡ്സ് അല്ല വാർഹെഡ്സിൽ നിന്നും 6,000 വാർഹെഡ്സിലേക്ക് എന്ത് ചെയ്യാനായിട്ട്? കുറയ്ക്കുവാനായിട്ട്, റിഡക്ഷൻ ചെയ്യാനായിട്ട് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. അതുമാത്രമല്ല, പല രാജ്യങ്ങളിലേക്ക്
എന്താണ് യുദ്ധ ഉപകരണങ്ങൾ, ന്യൂക്ലിയർ വെപ്പൺസുകൾ കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല റെസ്ട്രിക്ഷനുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് വന്നു. ഓക്കെ, സോ നമ്മൾ കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ഇന്ത്യ ഒപ്പിട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യ ഒപ്പിടണം എന്നൊക്കെ പറഞ്ഞുള്ള സമ്മർദ്ദങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ അതുപോലെ ഒരു ട്രീറ്റി ആയിരുന്നു സ്റ്റാർട്ട് ട്രീറ്റി എന്ന് പറയുന്നത്. ദെൻ ഈ 6000 പേലോഡ്സിൽ നിന്ന് പിന്നെയും പേലോഡ്സ് അല്ല വാർഹെഡ്സുകളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2010 ഒരു ന്യൂ സ്റ്റാർട്ട് ട്രീറ്റി, എന്താണ് ന്യൂ സ്ട്രാറ്റജിക്സ് ആംസ് റിഡക്ഷൻ ട്രീറ്റി എന്ന് പറയുന്ന ഒരു പുതിയ ട്രീറ്റി കൂടിയിട്ട് സൈൻ ചെയ്തു. അത് പ്രകാരം ഈച്ച് സൈഡ് 1550 സ്ട്രാറ്റജിക് വാർഹെഡ്സിലേക്ക് ലിമിറ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റി ആയിരുന്നു. ഈ ട്രീറ്റിയാണ് ഇപ്പോ എൻഡ് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ഒരു പ്രൊമിനൻസ് നഷ്ടപ്പെടുകയാണ്. എന്താണ് ഈ ഒരു സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി പ്രകാരമുള്ള ഒരു പ്രൊമിനൻസ് നഷ്ടപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല ട്രീറ്റീസും ഉണ്ട്. ഇപ്പൊ കോംപ്രഹെൻസീവ് എന്താണ് ടെസ്റ്റ് ബാൻ ട്രീറ്റി ഉണ്ട്. ദെൻ ഇത്ര പേലോഡ്സിൽ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ട്രീറ്റീസും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിലവിലുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ട്രീറ്റി എൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഒരു എഡിറ്റോറിയൽ ഇന്നലെ വന്നിട്ടുള്ളത്. ഓക്കെ, സോ സ്റ്റാർട്ട് 1 എന്നായിരുന്നു. 1981 കാലഘട്ടങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. 1991 ഒപ്പിട്ടു. 10,000 പേലോഡ്സ് അല്ല വാർഹെഡ്സിൽ നിന്ന് 6000 സ്ട്രാറ്റജിക് വാർഹെഡ്സിലേക്ക് നമ്മളുടെ കപ്പാസിറ്റി ലിമിറ്റ് ചെയ്തു. ദെൻ ന്യൂ സ്റ്റാൻഡേർഡ് ട്രീറ്റി വന്നത് 2010-11 കാലഘട്ടങ്ങളിലാണ്. 11-ലാണ് അത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അവിടെ ഒരു 1500 നമ്മളുടെ ഒരു വാർഹെഡ്സിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് ആ ട്രീറ്റിക്ക് സാധിച്ചു. സോ ആ ഒരു ട്രീറ്റിയാണ് ഇപ്പോൾ കറന്റ് എൻഡ് ആയിരിക്കുന്നത്. സോ ഇനി എങ്ങനെയായിരിക്കും നമ്മളുടെ ഒരു ന്യൂക്ലിയർ ടെക്നോളജി അല്ലെങ്കിൽ ന്യൂക്ലിയർ വാർഫെയർ മാറുന്നത് എന്ന് നമുക്കൊന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു. സോ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി, കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്ന് പറയുന്ന ട്രീറ്റികൾ നമ്മൾ പലപ്പോഴായിട്ട് നമ്മളുടെ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇത് ഇന്ത്യക്ക് എതിരായത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യയെ ഫോർ എക്സാമ്പിൾ അവര് ന്യൂക്ലിയർ വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യുകയും അവർ ഹോൾഡ് ചെയ്തതിനു ശേഷം പറയാണ് ബാക്കി ആരും ഈ ന്യൂക്ലിയർ വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ പോലെ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിന് അല്ലെങ്കിൽ മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസിന് അത് ഒരു വെല്ലുവിളിയായിട്ടാണ് തോന്നുന്നത്. കാരണം മറ്റാരും ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയും കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റിയും ഒന്നും സൈൻ ചെയ്യാത്തത് എന്ന് കൂടിയിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. കമ്മിങ് ടു നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു എന്താണ് AI റിലേറ്റഡ്. സോ AI ടെക്നിക്കാലിറ്റീസിലേക്കല്ല നമ്മളിവിടെ പോകുന്നത്, മറിച്ച് എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളുടെ ജിയോ പൊളിറ്റിക്സിനെ ബാധിക്കുന്നത് എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, എന്താണ് കറന്റ് ഒരു റിസോഴ്സസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ ഹൂഹെവർ ഹാസ് ദ ടെക്നോളജിയാണ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആണ് കറന്റ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ടെക്നോളജിയെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻഫോർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൈ കടത്തിയിരിക്കുന്നത് ആരാണോ അവരായിരിക്കും ഇനി ലോകത്തിൽ വിജയിക്കാൻ പോകുന്നത്, ലോകത്തിൽ ഗ്ലോബൽ പവർ ആകാൻ പോകുന്നത്. അത് പല കൺട്രീസിനും അറിയാം. അമേരിക്ക എന്താണ് ഇത്ര പ്രശ്നം വെച്ചിട്ട് ജിയോ പൊളിറ്റിക്സിനെ മാറ്റിമറിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചൈനയെ ഇത്രത്തോളം തഴയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഫിയർ ദാറ്റ് സംതിങ് പവർഫുൾ ഇൻ ദെയർ ഹാൻഡ്സ്, ദാറ്റ് ഈസ് ടെക്നോളജി, particularly AI ടെക്നോളജി. ഓക്കെ, സോ ഗ്ലോബൽ പവർ ഡൈനാമിക്സിനെ AI വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് ഇപ്പോ നമ്മളുടെ യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ, കാനഡ എന്താണ് പയ്യെ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള സൗഹൃദം പുതുക്കുന്നു. യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ പോലെയുള്ള പല കൺട്രീസുമായിട്ട് സൗഹൃദം പുതുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കൂടിയാണ്. എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ നമ്മളുടെ യുക്രൈൻ വാറിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു പണ്ട് വാറുകൾ ഉണ്ടായിരുന്നത്? പെർട്ടിക്കുലർലി ആൾയുദ്ധങ്ങളായിരുന്നു. പടയാളികളെ ചെന്ന് യുദ്ധം ചെയ്യുന്ന, നമ്മളുടെ ഇപ്പോൾ കാർഗിൽ വാർ ആണെങ്കിലും അതിനു മുന്നേ ഇൻഡോ
പാകിസ്ഥാൻ വാർ ആണെങ്കിലും ഇങ്ങനെയുള്ള പല വാറുകളിലും എങ്ങനെയായിരുന്നു, ആളുകൾ പരസ്പരം AK-47 തോക്കും എടുത്തുകൊണ്ട് പോയി വെടിവെച്ചിടുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിലും അതിനുശേഷമുള്ള പല യുദ്ധങ്ങളിലും നമ്മൾ കാണുന്നത് ഈ ഒരു വാർ സ്ട്രാറ്റജി അല്ല. അവർ ടെക്നോളജിയെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു ടെക്നോളജിക്കൽ വാർഫെയർ ആണ് അവിടെ നടത്തുന്നത്. സോ ആരുടെ കയ്യിലാണോ ടെക്നോളജി ഉള്ളത്, അവർ കൂടുതൽ പവർഫുൾ ആകുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നു. സോ അത് വാറിന്റെ കാര്യത്തിലായിക്കോട്ടെ, എക്കോണമിയുടെ കാര്യത്തിലായിരിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ, വാട്സപ്പ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലാണ്, അത്രയും ആളുകളുള്ള ഒരു കൺട്രീസിലാണ്. സോ അവരുടെ പോളിസീസ് എന്തിന് അലൈൻ ചെയ്തുകൊണ്ടായിരിക്കും? ഇന്ത്യ പോലെയുള്ള ഒരു കൺട്രിയെ അലൈൻ ചെയ്തുകൊണ്ടായിരിക്കും. ദെൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ്, ചേഞ്ച് ചെയ്യാൻ, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാത്രമാകുന്ന ഒരു സാധനം എന്തിലുണ്ട്? ടെക്നോളജിയുടെ കയ്യിലുണ്ട്. ഓക്കെ, സോ ഈ ടെക്നോളജി ആണ് ഇനി എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? നമ്മളുടെ ജിയോ പൊളിറ്റിക്സിനെ, ഇന്റർനാഷണൽ റിലേഷൻസിനെ മാറ്റിമറിക്കാനായിട്ട് പോകുന്നത്. സോ എന്താണ്, 2023-ലോ 2022-ലോ ഉള്ള നമ്മളുടെ എക്കോണമിക് സർവേയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ എങ്ങനെയാണ് അത് അഫക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചാപ്റ്റർ തന്നെ, ഒരു ബോക്സ് തന്നെ അവർ പെർട്ടിക്കുലർലി എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിനോട് കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ് ഇന്ന് നമ്മളുടെ ന്യൂസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷൻ മനസ്സിലായോ? സോ ഇദ്ദേഹം പെർട്ടിക്കുലർലി എങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന ആള്, ഈസ് പെർട്ടിക്കുലർലി എന്താണ്, നമ്മളുടെ സെക്യൂരിറ്റി റിലേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആർട്ടിക്കിളുകൾ ഹിന്ദുവിൽ എഴുതാറുള്ള ഒരാളാണ്. ഇന്റർനാഷണൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട്, ഇന്റർനാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട്, പെർട്ടിക്കുലർലി നമ്മളുടെ വാർ റിലേറ്റഡ് ആയിട്ടുള്ള, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആർട്ടിക്കിൾ എഴുതുന്ന ആളാണ്. സോ അദ്ദേഹത്തെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ഡിസ്കഷൻ ഈസ് റിലേറ്റഡ് ടു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്. സോ പലപ്പോഴായിട്ട് നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മളുടെ ആരാണ്, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദെൻ എയർഫോഴ്സ് മേധാവിയും എല്ലാം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഇന്ത്യയുടെ കപ്പാസിറ്റി ബിൽഡിംഗ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യണം. നമ്മൾ പല പ്രൊജക്ടുകളും നടത്തുന്നുണ്ടെങ്കിലും ഇതെല്ലാം സമയബന്ധിതമായിട്ട് നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ അത് ഒരു പ്രോബ്ലമായിട്ട് നമ്മളുടെ മുന്നിലുണ്ടായിരുന്നു. സോ അതൊരു ക്രിറ്റിസിസം ആയിട്ട് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ എയർഫോഴ്സ് മേധാവി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കറന്റ് നമ്മൾ ചെറിയൊരു ഷിഫ്റ്റുകൾ വരുത്തുകയാണ്. എന്താണ്? നമ്മളുടെ പുതിയ ടെക്നോളജിക്കൽ എയർക്രാഫ്റ്റുകളെല്ലാം, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റുകളെല്ലാം നമ്മൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ കൂടിയിട്ട് നമ്മൾ നമ്മളുടെ ഭാഗഭാക്കുകളാക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ. എന്താണ് 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ? അതായത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളെയാണ് 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത്. കറന്റ്ലി ഇന്ത്യയിലുള്ള എയർക്രാഫ്റ്റ്, ഏറ്റവും മികച്ച എയർക്രാഫ്റ്റ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഏതാണ്? റഫേലാണ്. റഫേൽ യുദ്ധവിമാനങ്ങൾ. അത് പർട്ടിക്കുലർലി ഒരു 4th ജനറേഷൻ അല്ലെങ്കിൽ ഒരു 4.5th ജനറേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇന്ത്യയിൽ പർട്ടിക്കുലർലി ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഇല്ല. അമേരിക്കയുടെ കയ്യിലുണ്ട്, എനിക്ക് തോന്നുന്നു ചൈനയുടെ കയ്യിലുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട കൺട്രീസിന്റെ കയ്യിലെല്ലാം ഈ 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ കയ്യിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഇല്ല. നമ്മളുടെ കയ്യിൽ മാക്സിമം 4.5 വരെയുള്ള എയർക്രാഫ്റ്റുകളെ നമ്മളുടെ കയ്യിലുള്ളൂ. ഓക്കെ, സോ ഈ അവസരത്തിൽ നമ്മൾ 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ കൂടിയിട്ട് ഇൻവോൾവ് ചെയ്യാനായിട്ട് പോകുന്നു. സോ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ DRDO വഴിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് വഴിയും നമ്മൾ ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ആവശ്യം ക്രിയേറ്റ് ചെയ്യും. ഈ ആവശ്യം എന്ത് ചെയ്യും? പല പ്രൈവറ്റ് പ്ലെയേഴ്സും വിമാനം നിർമ്മിച്ച് നമുക്ക് തിരിച്ചു തന്നെ. സോ നമുക്ക് കൂടുതൽ വിമാനം കിട്ടുകയും വേറെ എന്താണ്, നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മളുടെ ആവശ്യാനുസരണമുള്ള വിമാനങ്ങൾ മേക്ക് ചെയ്ത് കിട്ടുകയും
പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഉറപ്പാക്കുകയും ചെയ്യും. സോ അത് നല്ലതാണോ? പെർട്ടിക്കുലർലി നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ ചില പ്രോബ്ലംസ് ഉണ്ട്. എന്താണ്? ഇവരുടെ എക്സ്പീരിയൻസ്, ആരുടെ? പ്രൈവറ്റ് പ്ലെയേഴ്സിന്റെ എക്സ്പീരിയൻസ്. ഫോർ എക്സാമ്പിൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-70 വർഷമായിട്ട് പ്ലെയറിലുള്ള അല്ലെങ്കിൽ എന്താണ് ഫീൽഡിലുള്ള ഒരു പ്ലെയർ ആണ്. സോ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഇവർക്കുണ്ടോ എന്നുള്ളത് സംശയമാണ്. ദെൻ ഓണർഷിപ്പ് ക്വസ്റ്റ്യൻ, അതായത് ഡിസൈനിങ് ചെയ്യുന്നത് ആരാണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡോ അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കും ഡിസൈനിങ് ചെയ്യുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് മറ്റൊരാളുടെ കയ്യിലായിരിക്കും. ദെൻ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു, ഇതാരായിരിക്കും ചെയ്യേണ്ടത്? സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ ഓണർഷിപ്പ് ആർക്കാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാണ് എന്നുള്ളതിൽ ചെറിയ ഒരു പ്രോബ്ലം ഉണ്ട്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പ്, അതായത് നമ്മളുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിന്റെ കയ്യിലാണെങ്കിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ട്, കപ്പാസിറ്റീസ് ഉണ്ട്. ഇതൊന്നും ചിലപ്പോൾ പുതിയ ആളുകളുടെ കയ്യിൽ ഉണ്ടാകണമെന്നില്ല. ദെൻ ഡിസൈൻ, ഞാൻ പറഞ്ഞ പോലെ ഡിസൈൻ മാനുഫാക്ചറിങ് ഫ്യൂഷൻ, ഡിസൈൻ ഒരാളുടെ കയ്യിലാണ്, മാനുഫാക്ചർ ചെയ്യുന്നത് മറ്റൊരാളാണ്. സോ അതൊരു ഫ്രിക്ഷന് കാരണമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ ക്രൂ ഷോർട്ടേജ്, അതായത് 5th ജനറേഷണൽ എയർക്രാഫ്റ്റുകൾ പറപ്പിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആര് വേണം? ക്രൂസ് വേണം. അത് കറന്റ് അവൈലബിൾ ആണോ? സോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു എന്താണ് മിറാഷ് ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ഫൈറ്റർ പൈലറ്റിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് റഫേൽ ഓടിക്കാനായിട്ട് കഴിയില്ല. അതിന് പെർട്ടിക്കുലർലി എന്ത് വേണം? അതിൻ്റെതായിട്ടുള്ള സജ്ജീകരണങ്ങൾ വേണം, അതിനായിട്ടുള്ള ട്രെയിനിങ്ങുകൾ വേണം. സോ 5th ജനറേഷൻ എയർക്രാഫ്റ്റുകളിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മാറും. അത് നമുക്ക് ചിലപ്പോൾ ഒരു പ്രോബ്ലം ആകും. ദെൻ ജോഗ്രഫിക്കൽ സിനർജി, അതായത് എന്താണ് പല ഡിഫറെന്റ് ആയിട്ടുള്ള ജോഗ്രഫി ഉള്ള പ്രൈവറ്റ് പ്ലെയേഴ്സ് ആയിരിക്കും വരുന്നത്. സോ അതിന്റെ ഒരു സിനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. സോ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല പ്രോബ്ലംസ് ഉണ്ടെങ്കിലും പ്രൈവറ്റ് പ്ലെയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു ലെവറേജ് എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. സോ ആ ഒരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു ഡിസ്കഷനിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഡിസ്കഷൻ ഈസ് പെർട്ടിക്കുലർലി ജപ്പാനിൽ പുതിയൊരു പ്രൈം മിനിസ്റ്റർ വന്നിരിക്കുകയാണ്, ഒരു വനിതാ പ്രൈം മിനിസ്റ്റർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. സോ ജപ്പാന്റെ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ആണ് 2025 ഒക്ടോബറിൽ. സോ നവംബറിലോ ഒക്ടോബറിലോ നമ്മൾ ആ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ഓക്കെ, സോ അതുകൂടിയിട്ട് നിങ്ങളൊന്ന് നോക്കുക. ജപ്പാൻ ഇന്ത്യ റിലേഷൻ, നമ്മൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന സൗഹൃദമുള്ള ഒരു കൺട്രിയാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, മോദിജി ആയിട്ടാണെങ്കിലും മൻമോഹൻ സിംഗ് ആയിട്ടാണെങ്കിലും അതിന് മുന്നേ ഇരുന്ന ഓരോരുത്തരുമായിട്ടാണെങ്കിലും വളരെ സൗഹൃദപൂർവ്വമായിട്ടുള്ള ഒരു റിലേഷനാണ് ജപ്പാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടിയിട്ട് നിങ്ങളുടെ മനസ്സിലൊന്ന് വെച്ചേക്കുക.